വേറെ സംഗീതം ഇല്ലേ എനിക്കാശ്രയം നീതാ നാലാ കൈവെടിയല്ലേ കാത്തുരക്ഷിക്കാൻ സാരാ കർത്താവിയെന്നാശ്രയം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 24-ാം സങ്കീർത്തനം 9-ാം വാക്യം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നിയമപ്പെട്ടകം സിയോനിലേക്ക് കൊണ്ടുവന്നത് മഹത്വത്തിൻ്റെ രാജാവിൻ്റെ നഗരപ്രവേശനമായി സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനവും യെരുശലേമിലേക്കുള്ള ഘോഷയാത്രയും ദേവാലയ പ്രവേശനവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും മഹത്വത്തിൻ്റെ രാജാവിൻ്റെ പ്രവേശനമായിട്ടാണ് ക്രൈസ്തവ സഭ കൊണ്ടാടുന്നത്. എന്നാൽ മഹത്വത്തിൻ്റെ രാജാവിൻ്റെ മനുഷ്യഹൃദയങ്ങളിലേക്കുള്ള പ്രവേശനവും അതിനുള്ള വ്യവസ്ഥകളും വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിവാക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇന്ന് മഹത്വത്തിന് രാജാവിൻ്റെ പ്രവേശനം വേണ്ടത് മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയം നാം അവന് വേണ്ടി തുറന്നു കൊടുക്കാറില്ല. ഹൃദയത്തിൻ്റെ വാതിൽ അവന് വേണ്ടി തുറന്ന് കൊടുത്ത് അവനെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമേ അവൻ കടന്നു ചെല്ലുകയുള്ളൂ. അവനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയ കവാടങ്ങൾ നിനക്കായി തുറന്നിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.